മലപ്പുറം വാഴയൂർ പഞ്ചായത്തിൽ CPI-യുമായുള്ള സഹകരണം തുടരുമെന്ന് UDF. CPI-യുടെ പിന്തുണയോടെയാണ് പഞ്ചായത്ത് 5 വർഷം UDF ഭരിച്ചത്. ജില്ലാതലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ CPI-യെ അനുനയിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് CPIM. 4 സീറ്റ് വേണമെന്നാണ് CPI-യുടെ ആവശ്യം. ജനം നമ്മളെ ഒരു വട്ടം കൂടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. CPI-യുടെ 2 അംഗങ്ങളുടെ പിന്തുണ പഞ്ചായത്തിൻ്റെ ഈ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 5 വർഷം നിർലോഭമായ സഹകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത ഭാവിയിൽ, അതായത് അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആവുന്നതേ ഉള്ളൂ. മിക്കവാറും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPI പ്രവർത്തകരായിട്ട് ഇവിടെ 2 ആളാണ്, പഞ്ചായത്തിൽ 2 പേരാണുള്ളത്. UDF പിന്തുണച്ചുകൊണ്ട് CPI സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് പ്രവർത്തിച്ച് മത്സരിച്ച് ജയിച്ചു. കൂടുതൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജയിച്ചത്. തെരഞ്ഞെടുപ്പ് വരാൻ പോകണ്ട. CPI എങ്ങനെയാണ് തനിച്ച് മത്സരിക്കുക, UDFിൻ്റെ ഒപ്പം നിൽക്കുക? ഇതിനെ പറ്റിയിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എങ്ങനെയാണ് എന്നുള്ളത് ശരിയായിട്ട് തീരുമാനം കിട്ടിയിട്ടില്ല. UDFിൻ്റെ ഒപ്പം നിൽക്കുന്ന CPI ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം UDFിനെ പിന്തുണച്ച് പറയുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയമാണല്ലോ ഇവിടെ വാഴുന്നത്. അതെ അതെ, ഞങ്ങൾ ഇക്കൊല്ലം നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. ബഹുഭൂരിപക്ഷ സീറ്റുകളും LDF നേടിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുടെ മുന്നണി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരി, CPI LDFുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാണ് അവരുടെ താല്പര്യം. LDF എന്നുള്ള നിലയ്ക്ക് CPIനെ കൂട്ടിക്കൊണ്ട് ഈ മുന്നണിയായിട്ട് പ്രവർത്തിക്കണം എന്നതാണ് നമ്മളെ CPMൻ്റെ താല്പര്യം. അതിൻ്റെ ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ശരി, ഇപ്രാവശ്യം CPI LDFിൻ്റെ മുന്നണിക്കൊപ്പം ഉണ്ടാവും എന്ന് തന്നെയാണ് ഒരു 99% ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ്. അഷ്കർ അലി കരിമ്പ, വാഴയൂർ പഞ്ചായത്തിൽ എങ്ങനെയായിരിക്കും CPI-യുമായിട്ടുള്ള സഹകരണം എന്നത് ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. ഇപ്പോൾ CPI-യുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് CPI-യുമായി ചേർന്ന് പോകുമോ, അതോ മുൻധാരണകൾ തുടരുമോ? സുജയ, തർക്കം ഇപ്പോഴും തുടരുന്നു എന്നതാണ് സാഹചര്യം. കാരണം കഴിഞ്ഞ 5 വർഷവും UDF ഭരണം പൂർത്തിയാക്കിയിരിക്കുന്നത് തന്നെ ഈ CPI-യുടെ 2 അംഗങ്ങളുടെ പിന്തുണയോടെയാണ്. മാത്രമല്ല, ഈ CPI 2 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ UDF അവരുടെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അഥവാ കൃത്യമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും വിരുദ്ധമായി വാഴയൂർ പഞ്ചായത്തിൽ CPI ഉള്ളത് LDF മുന്നണിയിലല്ല, UDFിൻ്റെ മുന്നണിയിലാണ് എന്ന് തന്നെ പ്രത്യേകം പറയേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു സഹകരണം UDFും CPIയും തമ്മിൽ വാഴയൂർ പഞ്ചായത്തിലുണ്ട്. എന്നാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ പലതവണ ഇത്തരത്തിൽ CPI UDF പാളയത്തിലെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണയെങ്കിലും അത് മാറും. CPI തിരിച്ച് തങ്ങളുടെ മാതൃമുന്നണിയായിട്ടുള്ള ഇടതു മുന്നണിയിലേക്ക് എത്തും തന്നെ എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷകളെങ്കിൽ ആ പ്രതീക്ഷകളൊക്കെ തന്നെ നിലവിൽ താളം തെറ്റിയിരിക്കുകയാണ്. കാരണം സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ തന്നെ വഴിമുട്ടി നിൽക്കുന്നു. CPI ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് CPMൻ്റെ പ്രാദേശിക നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ പരിഹാരമായിക്കൊണ്ട് ലോക്കൽ കമ്മിറ്റി തലത്തിലും ഏരിയ കമ്മിറ്റി തലത്തിലും ഒക്കെ തന്നെ പല ചർച്ചകൾ നടത്തിയെങ്കിലും ആ ചർച്ചകളൊക്കെ തന്നെ പൂർണ്ണമായും പരാജയപ്പെട്ട സാഹചര്യത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ ഇനിയും CPI UDFിനൊപ്പം ചേർന്നുകൊണ്ട് തന്നെ വാഴയൂരിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ജില്ലാ നേതൃത്വം കൂടി ഒരു സമവായ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും പരിഹാരം കണ്ടാൽ മാത്രമേ CPI LDFിൻ്റെ ഭാഗമായിട്ടുണ്ടാവുള്ളൂ. അതല്ല എങ്കിൽ മറ്റ് ജില്ലയിലെ തന്നെ മറ്റ് രാഷ്ട്രീയത്തിലൊക്കെ വിരുദ്ധമായിക്കൊണ്ട് CPI UDFിൻ്റെ ഘടകകക്ഷിക്ക് സമാനമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കും ഇത്തവണയും വാഴയൂർ സാക്ഷ്യം വഹിക്കുക. അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി, ഒരു ശ്രദ്ധാകേന്ദ്രമായി വാഴയൂർ മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പല വിഷയങ്ങളിൽ CPIയും CPMും തമ്മിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇവിടെ CPI UDFിനൊപ്പം കോൺഗ്രസിനൊപ്പം ലീഗിനൊപ്പം ചേർന്നുകൊണ്ട് സഖ്യകക്ഷിയായി തന്നെ മത്സരിച്ച് അധികാരത്തിൽ പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സുജിയ. ഓക്കെ അഷ്കർ.